ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിത മിസ് ആണ്. സോ നമ്മുടെ എക്സാം ടൈം ആണ്. നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്നും എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നും മിസ്സിന് അറിയാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇൻ്റഗ്രേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം, എഴുതാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് വായിക്കണം, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഉത്തരം ഒന്ന് കണ്ടുപിടിക്കണം. അപ്പം നോക്കിക്കോ, ഈ മഴയത്ത് എങ്ങനെയാ തേൻ കുടിക്കാൻ പോവുക? അമ്മ പൂമ്പാറ്റ പറഞ്ഞു. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തു നിൽക്കാം. കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോട് പറഞ്ഞു. മുറ്റത്തെ പൂന്തോട്ടത്തിലെ പൂക്കൾ തലയാട്ടി വിളിച്ചു. മഴ കുറഞ്ഞല്ലോ മകളെ, വേഗം വരൂ, നമുക്ക് തേൻ കുടിക്കാം. അമ്മ പൂമ്പാറ്റയുടെ പിന്നാലെ കുഞ്ഞു പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ പൂന്തോട്ടത്തിലെത്തി. നേരം വൈകി, വേഗം കുളിച്ചോടൂ. പെട്ടെന്ന് നേരം ഇരുട്ടി. കുഞ്ഞു പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങി. ഇനി നമ്മൾ എങ്ങനെയാണ് വീട്ടിലെത്തുക? ഇത് കണ്ട മിന്നാമിനിങ് അവരോട് പറഞ്ഞു. വിഷമിക്കണ്ട, ഞാൻ നിങ്ങളെ വീട്ടിലെത്താൻ സഹായിക്കാം. എന്റെ പിന്നാലെ വന്നോളൂ. മിന്നാമിനിങ്ങിന്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പറന്നുപോയി. അപ്പം മക്കൾക്ക് ഈ ഒരു കഥയിലെ സന്ദർഭമൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ഇതാ ഈ ചിത്രമൊക്കെ നോക്കിക്കേ. ഈ ചിത്രത്തിൽ ഇതാ ഒരു പൂവിലെ തേൻ കുടിക്കാനായിട്ട് വരുന്ന കുറച്ച് പൂമ്പാറ്റകളെയും ആ പൂമ്പാറ്റകൾ ഇതാ ഇരുട്ടായപ്പോൾ അവർക്ക് രക്ഷകനായിട്ട് വരുന്ന നമ്മുടെ സ്വന്തം മിന്നാമിനിങ്ങിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. കഥ വായിച്ചല്ലോ. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആരാണ് പൂമ്പാറ്റകളെ വീട്ടിലെത്താൻ സഹായിച്ചത്? ആരാണ് പൂമ്പാറ്റകളെ വീട്ടിലെത്താൻ സഹായിച്ചത്? യെസ്, ആരാണ്? മിന്നാമിനിങ്ങാണ്. അപ്പൊ ഉത്തരം എന്താ എഴുതേണ്ടത്? മിന്നാമിനിങ്ങാണ് മക്കൾ ഇവിടെ എഴുതേണ്ടത്. ഞാൻ എഴുതി തരുന്നില്ല, ഞാൻ ഉത്തരം പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത്, നേരം ഇരുട്ടിയപ്പോൾ കുഞ്ഞു പൂമ്പാറ്റകൾ എന്താണ് ചെയ്തത്? അതായത് അവർ തേൻ കുടിക്കാൻ പോയി, പക്ഷെ രാത്രിയായി. അപ്പൊ അവരെന്താണ് ചെയ്തത്? നേരം ഇരുട്ടി, കുഞ്ഞു പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങി. അവർക്ക് പേടിയായി, ഇരുട്ടായി. അപ്പൊ അവര് കരയാനായിട്ടാണ് തുടങ്ങിയത്. അത് മാത്രമല്ല, ഇനി എങ്ങനെയാണ് വീട്ടിലെത്തുക എന്നൊക്കെ അവർക്കൊരു ടെൻഷൻ ആയില്ലേ. അവർ അതൊക്കെ ആലോചിച്ചാണ് കരയാൻ തുടങ്ങിയത്. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തിരിക്കാം. ഇത് പറഞ്ഞത് ആരാണ്? വിശന്നിട്ട് വയ്യ, പക്ഷെ കുറച്ചു നേരമെങ്കിലും കാത്തു നിൽക്കാം. ആരാണ് പറഞ്ഞത്? നോക്കിക്കേ, ആ തുടക്കത്തിൽ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തു നിൽക്കാം. കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആരോടെ പറഞ്ഞത്? കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോടാണ് പറഞ്ഞത്. ഇനി അമ്മ എന്തായിരുന്നു അതിന് മുമ്പേ പറഞ്ഞത്? എങ്ങനെയാണ് തേൻ കുടിക്കാൻ പോവുക? അതാണ് അമ്മ ചോദിച്ച ചോദ്യം. അപ്പൊ കുഞ്ഞു പൂമ്പാറ്റകള് അമ്മേനോട് പറഞ്ഞു, വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തു നിൽക്കാന്നല്ലേ. ഇനി അതേപോലെ തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എങ്ങനെയാണ് പൂമ്പാറ്റകൾ വീട്ടിലേക്ക് എത്തിയത്? മിന്നാമിനിങ്ങിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് എത്തിയത്. അത് നമുക്ക് കാണാനായിട്ട് പറ്റും. മിന്നാമിനിങ്ങിന്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പറന്നുപോയി. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. താഴെ കൊടുത്ത പേരുകളിൽ ഈ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേര് തെരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ കഥാസന്ദർഭം മക്കൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതിനൊരു തലക്കെട്ടിന്റെ ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു അല്ലെ. അത് നമുക്കൊന്ന് പൂർത്തിയാക്കണം. മഴക്കാലം, പൂന്തോട്ടം, മിന്നാമിനിങ്ങിന്റെ സഹായം, തളിരിലകൾ. ഏതാണ് മക്കളെ ഇതിന് ഏറ്റവും കൂടുതലായിട്ട് ചേരുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മിന്നാമിനിങ്ങിന്റെ സഹായം. അതൊരു നല്ല പേരല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ തലക്കെട്ട് കൊടുക്കാം. ഓക്കെ, അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതായത് ഒരു വിവരണം പോലെ തന്നിട്ട് അല്ലെങ്കിൽ ഒരു കഥയുടെ ചെറിയൊരു പീസ് തന്നിട്ട് നിങ്ങളോട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിർബന്ധമായും ചോദിക്കാനായിട്ട് വരും. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് പഠിക്കണം. അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ചാനൽ ഇവിടെ ഫുൾ ആക്റ്റീവ് ആണ്. എല്ലാവരും എന്ത് ചെയ്യുക? എല്ലാ ദിവസവും വരുന്ന ലൈവ് ക്ലാസ്സുകൾ കാണുക, ചെറിയ വീഡിയോസ് കാണുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.